നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. 19 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസ വാർത്തയെത്തി. തിരുവനന്തപുരം പേട്ടയിൽ കാണാതായ 2 വയസ്സുകാരി മേരിയെ തിരിച്ചു കിട്ടി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓടയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കുഞ്ഞ്. പ്രാഥമിക പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വിശദമായ പരിശോധനയ്ക്കായി കുട്ടിയെ പട്ടം SIT ആശുപത്രിയിലേക്ക് മാറ്റി. ഓൾ സെയിൻസ് കോളേജിന് സമീപം ഉറങ്ങിക്കിടന്ന ബീഹാർ സ്വദേശികളുടെ മകൾ മേരിയെ ഇന്നലെ അർദ്ധരാത്രിയാണ് കാണാതായത്. മൂന്ന് ടീംസായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. स्कूटर वाला उधर रोक के बहुत रात था तो हम सब सोचा नहीं कुछ करेगा तो हम सो गया ना, तो मैं बहन को बीच में बच्चा था, वो रात में कैसे आया उठा कर ले गया, हमको मालूम नहीं आया क्या. नहीं मिला बच्चे अभी तक. पुलिस स्टेशन से 1 बजे रात से उधर में हम കൊണ്ടുവരണതാണ് കണ്ടത്. എടുത്തോണ്ട് ഞാൻ പൊതിഞ്ഞ് കൊണ്ടുവരണതാണ് കണ്ടത്. അത് അപ്പം നമ്മൾ അതിൻ്റെ പുറകെ ഇങ്ങ് ഓടി. मेरा बच्चा गुम हो गया था, मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया. കുട്ടിയെ തിരിച്ചു കിട്ടിയെങ്കിലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം പ്രതിയിലേക്കുള്ള അന്വേഷണം തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയത് ആര്, എന്തിനു വേണ്ടി എന്നീ ചോദ്യങ്ങൾക്ക് വൈകാതെ ഉത്തരം കിട്ടുമെന്ന് തിരുവനന്തപുരം DCP നിതിൻ രാജ് പറഞ്ഞു. എങ്ങനെ ആ കുട്ടി അവിടെ എത്തി എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ പരിശോധനയ്ക്കും അതിനുശേഷമുള്ള ഇപ്പോൾ SITയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയെ. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയുള്ളൂ. കൂടുതലായിട്ടുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ, കാരണം നേരത്തെ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് കുട്ടിയുടെ ശബ്ദമോ കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ല. അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിലായിരുന്നു കുട്ടിയെ കണ്ട് കിട്ടിയിരുന്നതും. പക്ഷേ അതിൽ കൂടുതലായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിദഗ്ധമായ പരിശോധനകൾക്കും അന്വേഷണങ്ങൾക്കും വിധേയമാവേണ്ട കാര്യം. മനസ്സിലാക്കാനുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ പക്ഷേ നമുക്ക് ഒരു ക്ലൂ കിട്ടുന്നില്ലായിരുന്നു. എസ്പെഷ്യലി റോഡ് സൈഡ് CCTVs നമുക്ക് ഒരു ക്ലൂ കിട്ടുന്നില്ല. ഒരുപാട് CCTVs നോക്കിയിട്ടും. പിന്നെ ഈ റെയിൽവേ ട്രാക്കും പിന്നെ ഫ്രണ്ട് സൈഡ് എയർപോർട്ട് സൈഡ് ആണെങ്കിലും നല്ല ഒരു തിക്ക് ഗ്രാസ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഉച്ച തൊട്ട് ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥലത്തെ ഇങ്ങനെ ഓടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ ഓടും നല്ല കവേർഡാണ്. ആ ഓടിലാണ് ഇപ്പോൾ നമുക്ക് ഈ കുട്ടി കിട്ടിയത്. അപ്പോൾ ദാറ്റ്സ് എ വെരി ഗുഡ് റിസ്പൈറ്റ് ഫോർ അസ്. കുട്ടി ഇങ്ങനെ മലർന്ന് കിടക്കുമായിരുന്നു. കുട്ടി ഇപ്പോൾ പ്രിലിമിനറി മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തു. ഓൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്പെഷ്യലൈസ്ഡ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി SIT മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ചെക്കിംഗ് നടക്കുകയാണ്. പക്ഷേ ഈ സ്ഥലം ഒരു ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ കുട്ടി നടന്നിട്ട് അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. എങ്ങനെ എത്തും എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് ഇപ്പോൾ ഒരു ടീം ഡോഗ് സ്ക്വാഡായിട്ട് അവിടെ പോയിട്ടുണ്ട്. സെർച്ച് ലൈറ്റ്സ് ഡോഗ് സ്ക്വാഡായിട്ട് പോയിട്ടുണ്ട്. വി ആർ നോട്ട് റൂളിംഗ് ഔട്ട് എനിത്തിങ്. എങ്ങനെ എത്തി കുട്ടി അവിടെ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ്. സോ ആ ഒരു സാധ്യത വളരെ റെയറാണ്. അതുകൊണ്ട് നമ്മൾ മറ്റേ തിയറീസിലോട്ട് ഒന്നും പോകുന്നില്ല. കുട്ടി ഇവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടാവും, ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, എന്താണ് നമുക്ക് അതിപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. റോഡ് മാർഗം പറയാനായിട്ടില്ല. ബെറ്റർ നോട്ട് ഡിസ്കസ് ദാറ്റ്. അവിടുത്തെ ആ ഭൂപ്രകൃതിയും ആ പുൽക്കാടും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ശ്രമം ഉണ്ടാകുക എന്നതല്ലേ തോന്നുന്നത് ആദ്യ നിഗമനം. അതുകൊണ്ടാണ് നമ്മളൊന്നും റൂൾ ഔട്ട് ചെയ്യുന്നില്ല. കുട്ടി സ്വന്തമായിട്ട് തന്നെ പോയി എന്ന് നമ്മൾ പറയുന്നില്ല. അത് വി കനോട്ട് കൺക്ലൂഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഇപ്പോഴും അവിടെ ടീമുണ്ട്. ആ കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ടീമുണ്ട്. വി ആർ സെർച്ചിങ് ഫോർ ക്ലൂസ്. ഒരുപാട് മണിക്കൂറുകൾ കുട്ടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചൂടുള്ള പകലായിരുന്നു. അതെ, നല്ല ചൂടായിരുന്നു. കുട്ടി കണ്ടാൽ തന്നെ ഒരു ഡീഹൈഡ്രേറ്റഡ് ലുക്കാണ്.
പക്ഷേ അത് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് എങ്ങനെയായിരുന്നു സാറേ? സെർച്ചിങ് ആണ്, ഫിസിക്കൽ സെർച്ചിങ് ആണ്. രാവിലെ തൊട്ട് സെർച്ചിങ് ചെയ്തു. അത് കറക്റ്റ് നമുക്ക് ഒരു ഐ ലെവൽ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഉപയോഗിക്കാൻ തുടങ്ങി. ഡ്രോണിൽ കുറച്ചൊക്കെ ഈ ഏരിയാസ് മനസ്സിലാവുമല്ലോ, ടോപ്പ് വ്യൂവിൽ, അതിൽ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ കിട്ടിയതാണ്. ഡ്രോൺ സെർച്ചാണ് നിർണായകമായത്. അത് നല്ല ഒരു പിന്നെ ഒരു പെർസിസ്റ്റൻസ്. 3 മണിക്ക് തുടങ്ങിയ കാര്യം ഒരു 7:15 നമ്മൾ ചെയ്തത്. അതൊരു നല്ല എഫേർട്ടായിരുന്നു. ആ ടീം അവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. CCTV ആൾക്കാർ ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എവിടെയെങ്കിലും ഒരു റിസൾട്ട് കിട്ടണമല്ലോ. സോ താങ്ക്ഫുള്ളി ഷീ ഈസ് അലൈവ് ആൻഡ് ലുക്കിംഗ് ഹെൽത്തി ഔട്ട്വേർഡ്ലി. ഈ റോഡ് മാർഗ്ഗം അവർ വന്നു എന്നാണല്ലോ, സ്വാഭാവികമായിട്ടും എങ്ങനെ ഉണ്ടെങ്കിലും ഒരു സാധ്യത. ആ നിലയിലുള്ള പരിശോധനകൾ CCTV കേന്ദ്രീകരിച്ചുണ്ടോ സാർ? അത് കണ്ടിന്യൂസ് നടക്കുകയാണ്. ഇപ്പോഴും നമ്മൾ അത് വിട്ടിട്ടില്ല. ഇപ്പോൾ അവർ ബ്രേക്ക് എടുത്തിട്ട് ഒരു ചായ കുടിക്കാൻ പോയതാണ് CCTV ടീം. രാവിലെ മുതൽ സ്കൂട്ടർ, യെല്ലോ കളർ സ്കൂട്ടറിന്റെ കാര്യം പറയുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൊറാബറേഷൻ കിട്ടുന്നില്ല നമുക്ക്. വി ആർ ചെക്കിംഗ്. ആരുടെയെങ്കിലും സംശയമുള്ളവരുടെ ചിത്രങ്ങൾ, രേഖാചിത്രം എന്തെങ്കിലും അങ്ങനെ ഉള്ള എഫേർട്സ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. എഫേർട്സ് ഉണ്ടായിരുന്നു. കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയാനായിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പറയാനും ആയിട്ടില്ല. അപ്പോൾ നമ്മളൊന്നും റൂൾ ഔട്ട് ചെയ്യില്ല. സോ ഈ വി ആർ ഓപ്പൺ ടു ഓൾ പോസിബിലിറ്റീസ്. ബട്ട് ദ ചൈൽഡ് ഈസ് വെരി ഹെൽത്തി. അതുകൊണ്ട് ആശ്വാസമുണ്ട്. ഈ കുട്ടിയെ കിട്ടാതിരുന്നപ്പോഴാണ് രേഖാചിത്രത്തിന്റെ സാധ്യതയിലേക്ക് പോയതല്ലേ സ്വാഭാവികം? നമ്മൾ ഓരോ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവരെയും നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ചില ഐഡിയാസ് ഇങ്ങനെ വന്നപ്പോൾ അതിലെ നമ്മൾ ഒരു സ്കെച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് സ്കെച്ച് വന്നത്. അല്ലാതെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിഡ്നാപ്പറുടെ സ്കെച്ച് ഒന്നും തയ്യാറാക്കിയിട്ടുണ്ട്, അങ്ങനെ സംശയിക്കുന്നു. അതിന് കൊറാബറേഷൻ ഇല്ല. ദാറ്റ് വി ഗിവ് ദാറ്റ് മച്ച് വാല്യൂ ടു ദാറ്റ്. ഓൺലി വിത്ത് കൊറാബറേഷൻ വി ക്യാൻ വാല്യൂ ദാറ്റ്. യാ, താങ്ക് യു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് മാധ്യമങ്ങളെ കണ്ടത്. കുട്ടി എന്തായാലും തന്നെ അവിടേക്ക് പോയിട്ടില്ല എന്നത് പോലീസ് ഉറപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അല്ലയോ എന്നതിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആരോഗ്യത്തോടെ ആ കുഞ്ഞിരിക്കുന്നു എന്നത് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഈ രാത്രി വൈകിയും ആ ആശ്വാസത്തിലാണ് കേരളമാകെ. പോലീസ് അതൊരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്നതിൽ ആ ദുരൂഹത തുടരുകയാണ്. അത് നീക്കേണ്ടതുണ്ട്. പോലീസ് അതിനുള്ള കഠിനമായ പരിശ്രമം തുടരുകയാണ്. സലീം മാലിക്കാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലീമ, സിറ്റി പോലീസ് കമ്മീഷണറുടെ വിശദീകരണം നമ്മൾ കേട്ടു. ഈ ഘട്ടത്തിൽ പറയാവുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന വലിയ ആശ്വാസവുമുണ്ട്. എന്തായാലും അതിൽ കുറേ കാര്യങ്ങൾ കൂടി വരാനുണ്ട്. ഏത് വഴിക്കാണ് സലീം പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്? ഒരു ഘട്ടം പൂർത്തിയായെങ്കിലും അടുത്ത ഘട്ടം പോലീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അല്ലേ? വിജയകുമാർ, ഉറപ്പായും നിലവിലിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ കുടുംബവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ ഘട്ടത്തിൽ ഈ കേസിൽ ഏറ്റവും പ്രധാനമായ കുട്ടിയെ സുരക്ഷിതമായി കിട്ടി എന്നുള്ളൊരു വലിയ ആശ്വാസം പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളമുണ്ട്. മാത്രമല്ല അതിനപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് സംസാരിക്കും. मीडिया वाला भी बहुत अच्छा है, पब्लिक भी बहुत अच्छा है, गरीब को दया भी बहुत करता है सर. വളരെ ഒരു എനിക്ക് കണ്ണിലെ നീര് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, परमेश्वर राज है. അങ്ങനെയാണ് പറയാ. ശരി, ആ മലയാളം സീഖ് സബ് ലോഗ് മലയാളം സീഖ് ലോ. വിജയകുമാർ, इंडिया में नंबर 1 केरला पुलिस 1, क्योंकि मर गया बोला आमदी जिंदा हो गया तो नंबर 1 हो गया ना. वो परमेश्वर जिंदा करता है. केरला में फर्स्ट टाइम है केरला में. सर्चिंग मिला, मेरी मिला. बहुत अच्छा, धन्यवाद. आप लोग को भी धन्यवाद है, केरला का पब्लिक को भी धन्यवाद, पुलिस वाले को भी धन्यवाद. വിജയകുമാർ, ആ കുടുംബം ഇപ്പോൾ അത്രയധികം വലിയ നന്ദി ഈ കേരള പോലീസിന് നൽകുകയാണ്. അതായത് മരിച്ചയാളെ തിരിച്ചു കൊണ്ടുവരുന്ന നിലയിലുള്ളൊരു എഫേർട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കേരള പോലീസ് अच्छा है. യെസ്,
വിജയകുമാർ, കുട്ടികളുടെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് ആ സന്തോഷം മനസ്സിലാക്കും. കേരള പോലീസ് അച്ചായന എന്നാണ് പറയുന്നത്. അതായത് അത്രയും മികച്ചൊരു എഫർട്ട് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നന്ദി പ്രകടനമാണ് അവർ നടത്തുന്നത്. ആ നിലയിലുള്ള നന്ദി പ്രകടനം നടത്തുന്നുണ്ട്. മരിച്ച ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുന്ന നിലയിലുള്ള അത്രയും വലിയ എഫർട്ടാണ് അവർ നടത്തിയത് എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണം. എന്തായാലും ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം, ഉറപ്പായും അത് അത്രയും വലിയ അഭിമാനം ഉള്ള ഒരു സംഭവമാണ്. കാരണം അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കുട്ടിയെ കാണാതെ പോകുന്നു. ആ രാത്രി മുതൽ കണ്ണിലെണ്ണയൊഴിച്ചൊരു കേരള പോലീസിന്റെ സർവ്വസാധ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. അതിനൊടുവിൽ വൈകുന്നേരം 19-ാം മണിക്കൂറിൽ ആ കുട്ടിയെ തിരികെ കിട്ടുന്നു. ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുട്ടിയെ തിരികെ കിട്ടുന്നു എന്നുള്ള വലിയ സന്തോഷം അവർ എന്തായാലും. ശരി സലീം, എന്തായാലും അത് തന്നെയാണ് വലിയ ആശ്വാസം, വലിയ സന്തോഷം. ഒരു പോറല് പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ തിരികെ വന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷവും. ഷഫീദ് റാവുത്തർ SIT ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, കുഞ്ഞിൻ്റെ ആരോഗ്യനില അത് ഓക്കെയാണ് എന്നത് നേരത്തെ DCPയും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറും വിശദീകരിക്കുന്നുണ്ട്. ആശുപത്രിയിലെ കൂടുതൽ പരിശോധന ഒരു ദിവസം അവിടെ ഒബ്സർവേഷനിൽ തുടരും എന്ന വിവരം കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ ഷഫീദ്? വിജയകുമാർ, നമ്മൾ നേരത്തെ ഈ കുട്ടിയെ വേരുകൾ കിടലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൈറ്റ് നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് കുഞ്ഞ് വേരുകൾക്കിടയിൽ മലർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മുറിപ്പാടുകൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അവശത കാര്യമായി ഉണ്ടായിരുന്നു എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മണ്ണതല സ്റ്റേഷനിലെ CPO നമ്മളോട് സംസാരിച്ചതാണ്. അതിന് പിന്നാലെ ഈ കുട്ടിയെ ലഭിച്ച ഉടൻ തന്നെ ആദ്യം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചൊരു പ്രാഥമിക പരിശോധന നടത്തി. അതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റിയത്. SIT ആശുപത്രിയിൽ ഇതിനോടകം നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടുണ്ട്. കുട്ടിക്ക് ബാഹ്യമായ പരിക്കുകളില്ല. മാത്രമല്ല ആന്തരിക പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആന്തരികമായിട്ട് വിദഗ്ധമായ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുകൊണ്ടാണ് ഒരു ദിവസം കുട്ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അല്പസമയം മുൻപ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുൻപ്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം, കുട്ടിക്ക് ആവശ്യമായ പരിചരണവും വിദഗ്ധ ചികിത്സയും ഉറപ്പാക്കും. മാത്രമല്ല കുഞ്ഞിന് മാനസിക പിന്തുണ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുഞ്ഞിപ്പോൾ SIT ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം ഔദ്യോഗികമായി ആരോഗ്യ വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ സന്തോഷത്തിലും ആശ്വാസത്തിലും ബന്ധുക്കളും കേരളം ഒന്നാകെ നിലനിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരിക്ക് പോലുമില്ലാതെ കുട്ടിയെ തിരികെ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് കേരളം ഒന്നടങ്കം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നിലവിൽ ഇപ്പോൾ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി പോലീസിനെ സംബന്ധിച്ച് അടുത്ത സ്റ്റെപ്പ് ആര് ഇക്കാര്യം ചെയ്തു, എന്താണ് ഇക്കാര്യത്തിലെ നീക്കങ്ങൾ എന്നത് കണ്ടെത്തുക എന്നത് തന്നെയാണ്. സ്വാഭാവികമായും പോലീസ് അതിന്റെ അന്വേഷണ നടപടികൾ നടത്തിവരികയാണ്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഫീദ് പങ്കുവച്ചത്. ആര്, എന്തിന്, എങ്ങനെ എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ആ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. വൈകാതെ അതിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റി. വ്യവസായ വകുപ്പിലേക്കാണ് മാറ്റം. ഗതാഗത വകുപ്പിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് കത്തയച്ചത് എന്നാണ് സൂചന. K വാസുകിക്കാണ് ഗതാഗത വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുന്ന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, IAS തലപ്പത്ത് ഒരു അഴിച്ചുപണി എന്ന മട്ടിൽ ചില തീരുമാനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിൽ ബിജു പ്രഭാകറിന്റെ മാറ്റമാണ് ശ്രദ്ധേയമാകുന്നത്. ഗതാഗത മന്ത്രിയുമായി കലഹിച്ചു എന്നായിരുന്നു മാധ്യമ വാർത്തകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, ഇതുവരെ ഈ ഗതാഗത വകുപ്പിൽ ഉണ്ടായിരുന്ന പൊരിഞ്ഞ അടി, ആ അടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തീവ്രതയടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ബിജു പ്രഭാകറിനെ റോഡ് ഗതാഗതത്തിൽ നിന്നാണ് മാറ്റിയിട്ടുള്ളത്. ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, റോഡ് ഗതാഗതത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി റെയിൽവേ, മെട്രോ, ഏവിയേഷൻ എന്നിവയുടെ അധിക ചുമതലയിൽ അദ്ദേഹം തുടരും. അതായത് ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനം റോഡ് ഗതാഗതത്തിൽ നിന്ന് ബിജു പ്രഭാകറിനെ മാറ്റി എന്നുള്ളത് സ്വാഭാവികമായും അങ്ങനെ ഉത്തരവ് ഇറങ്ങുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി, പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹത്തിനുണ്ടായ
പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെ ചില വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ അടിവരയിടുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വകുപ്പ് മന്ത്രിയുമായുള്ള അതൃപ്തിയെ തുടർന്ന് അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറുമായിട്ടുള്ള അതൃപ്തിയെ തുടർന്ന് ബിജു പ്രഭാകർ നേരത്തെ ചീഫ് സെക്രട്ടറിയെ സമീപിക്കുകയും ചീഫ് സെക്രട്ടറിക്ക് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും ചെയ്തു. അതിനുശേഷം വളരെ നാടകീയമായി ബിജു പ്രഭാകർ അവധിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ അവധിക്ക് ശേഷം ഇന്നാണ് അദ്ദേഹം തന്റെ ഓഫീസിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് വൈകിട്ട് തന്നെ ഉത്തരവിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നീക്കം. പകരം ഈ റോഡ് ഗതാഗതത്തിന്റെ ചുമതല അത് വാസുകിക്കായിരിക്കും എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലേബർ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ലേബർ വകുപ്പ് സെക്രട്ടറിയെ വാസുകിക്ക് മാറ്റമുണ്ട്. പകരം ഗതാഗത വകുപ്പ് ഈ റോഡ് അതിന്റെ അധിക ചുമതല റോഡ് ഗതാഗതത്തിന്റെ അധിക ചുമതല കൂടി വാസുകിക്ക് നൽകിയിട്ടുണ്ട്. അർജുൻ പാണ്ഡ്യനായിരിക്കും പുതിയ ലേബർ കമ്മീഷണർ. ഈ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കെ ബി ഗണേഷ് കുമാറുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. വിവാദങ്ങൾ അതാണ്ട് കലഹത്തോളം എത്തിയ ഏറ്റുമുട്ടൽ സ്വഭാവത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ പിന്നാലെയാണ് ഈ പുതിയ നിയമനവും ഈ മാറ്റവും ഒക്കെ ഉണ്ടാകുന്നത്. കെ വാസുകിക്കാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ ചുമതല. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. TP കേസിലെ വിധി ഹൈക്കോടതി ശരിവെച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. 10 പ്രതികളുടെയും ജീവപര്യന്തം ഹൈക്കോടതി ശരിവെച്ചു. 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചു. അപ്പീൽ നൽകി 10ാം വർഷത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത്. വിചാരണ കോടതി വിധി ശരിവെച്ച ഹൈക്കോടതി തങ്ങളെ വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി. KK രമയുടെ ഹർജിയിൽ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇവരടക്കം എല്ലാ പ്രതികളും ഈ മാസം 26-ന് കോടതിയിൽ ഹാജരാകണം. ഇവർക്കുള്ള ശിക്ഷ 26-ന് പ്രഖ്യാപിക്കും. പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യവും ഹൈക്കോടതി 26-ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതിയും ശരിവെച്ചു. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും P മോഹന്റെ കാര്യത്തിൽ അപ്പീൽ നൽകുമെന്നും KK രമ പ്രതികരിച്ചു. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ പുറത്തു വരണം. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് 3 വർഷം കഠിന തടവുമാണ് 2014-ൽ വിചാരണ കോടതി വിധിച്ചത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു. ശ്രീകാന്ത്, 24, കൊച്ചി. TP വധക്കേസിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ വെറുതെ വിട്ടതിനെതിരെ RMB സുപ്രീം കോടതിയെ സമീപിക്കും. ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. P മോഹനൻ അടക്കമുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. വിധി പൂർണ്ണമായും പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നായിരുന്നു P മോഹനന്റെ മറുപടി. TP കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N വേണു പറഞ്ഞു. P മോഹനനെ വെറുതെ വിട്ടത് ശരിവെച്ച ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും വേണു പറഞ്ഞു. ഒരു പരിധിവരെയെങ്കിലും ഈ CPM-ന്റെ നേതാക്കന്മാരായിട്ട് ആളുകളെ ഉൾപ്പെടെ ശിക്ഷ ഉറപ്പുവരുത്താൻ ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞത് തീർച്ചയായും സുപ്രീം കോടതി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഞങ്ങൾ ഉന്നയിച്ച ഈ ഏറ്റവും ഉയർന്ന ശിക്ഷയും അതുപോലെ P മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന പോരാട്ടം ഞങ്ങൾ ഇനിയും നിയമപോരാട്ടവും മുന്നോട്ട് പോകും. ഹൈക്കോടതി വിധി പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ പ്രതികരിക്കുമെന്നാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രതികരണം. അത് സംബന്ധിച്ചിട്ട് വിധി പകർപ്പൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ എന്തെങ്കിലും പറയുന്നത് ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഔചിത്യം
പൂർണ്ണമായിരിക്കില്ല എന്നാണ് കരുതുന്നത്. പി മോഹനനെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴാണ് പാർട്ടി ഇടപെട്ടതെന്നും കേസ് രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം. TP കേസിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലീസ് അന്വേഷണത്തെ പ്രശംസിക്കുകയും ചെയ്തു. CPIM ഗൂഢാലോചന അടിവരയിടുന്നതാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. 24 കോഴിക്കോട്. കർഷക നേതാക്കളും കേന്ദ്രമന്ത്രിമാരും തമ്മിലുള്ള 4ാം വട്ട ചർച്ച പരാജയപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. താങ്ങുവിലയിൽ ഉൾപ്പെടെ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ല എന്ന് കർഷക സംഘടനാ നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാൾ പറഞ്ഞു. 23 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. സമരക്കാർ ഈ മാസം 21 വരെ ശംഭു അതിർത്തിയിൽ തുടരും. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിതിൻ, 4ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ഏത് വിഷയത്തിലാണ്? ഈ താങ്ങുവിലയുടെ കാര്യത്തിൽ ചില നീക്കങ്ങൾ, ചില നിർദ്ദേശങ്ങൾ കേന്ദ്രം മുന്നോട്ട് വച്ചല്ലോ, അതൊട്ടും സ്വീകാര്യമല്ല എന്നാണോ കർഷക സംഘടനകളുടെ നിലപാട്? ഈ മാസം 21 വരെ ശംഭു അതിർത്തിയിൽ തുടരുമെന്നാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ് സംഘടനാ നേതാക്കൾ നൽകുന്നുണ്ട്. 4ാം വട്ട ചർച്ചയിലും കേന്ദ്രം മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശങ്ങൾ കർഷക സംഘടനാ നേതാക്കൾ നിരാകരിക്കുകയാണ്. 23 വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കണം എന്ന അവരുടെ ആവശ്യത്തിൽ ഒട്ടും പിന്നോട്ടില്ല, അതിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് കർഷക സംഘടനകൾ ആവർത്തിച്ചറിയിക്കുന്നത്. ഇതോടെയാണ് 4ാം വട്ട ചർച്ചയിലും പരാജയപ്പെട്ടത്. പുതിയ ചർച്ചയുടെ തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ തീയതി സംബന്ധിച്ച വിശദീകരണം കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല. എന്താണ് കർഷക നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അവരുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. मिनिमम सपोर्ट प्राइस को और गहनता से उसकी पड़चोल करोगे तो उसका मतलब ये होता है कि कम से कम आपको जिंदा रखने के लिए, आपको स्टैंड रखने के लिए एक सपोर्ट दी जा रही है. आपके लिए कोई भी उसमें इनकम देने वाली चीज कोई नहीं है उसमें, और वो भी देते हैं जब, और उसके ऊपर भी सारी फसलों की अगर हम ये मांगते हैं कि जितनी आप कम से कम भी दे रहे हो भाई, उतनी तो बिक जाए, हमारी उस रेट पे तो बिक जाए, और उसके लिए भी वो गारंटी का कानून ना दें, तो इसका मतलब देश का किसान इसी तरह लूटता जा रहे, तो वो हमें स्वीकार नहीं है. इसलिए सभी तथ्यों के हिसाब से हम दोनों फोरमों ने आज बैठकर चर्चा करने के बाद ये फैसला लिया है कि ये जो प्रपोजल आई है. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടായിരുന്നോ ഈ 4ാം ഘട്ട ചർച്ചയിൽ? ചില പുതിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെച്ചു എന്നായിരുന്നുവല്ലോ റിപ്പോർട്ടുകൾ. എവിടെയാണ് ഈ ചർച്ച പരാജയപ്പെട്ടത്? പുതിയ ചർച്ചകളുടെ സാധ്യത എന്തൊക്കെയാണ്? വിജയകുമാർ, കേന്ദ്രമന്ത്രിമാർ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശത്തിൽ കർഷക സംഘടനകളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷമാണ് സമരം തുടരാമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. 23 വിളകൾക്ക് MSP ഉറപ്പാക്കണം എന്ന നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾ ഇന്നത്തെ ചർച്ചയിൽ ഏകസ്വരത്തിൽ തന്നെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 21 വിളകൾക്ക് MSP ഉറപ്പാക്കും വരെ ഈ സമരം തുടരാൻ തീരുമാനിച്ചു. 21 വരെ കർഷകർ ശംഭു അതിർത്തിയിൽ തുടരും, അതായത് മറ്റന്നാൾ വരെ കർഷകർ ശംഭു അതിർത്തിയിൽ തുടരും. സർക്കാരിന്റെ മറുപടിക്കായി കാത്തിരിക്കാനാണ് ഇപ്പോൾ കർഷക സംഘടനകൾ ആലോചിക്കുന്നത്. എന്തായാലും നാളെയും തീരുമാനമായില്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പരുത്തി, ചോളം അടക്കമുള്ള കൂടാതെ 3 തരം പരിപ്പ് എന്നീ വിളകൾക്കാണ് വിലസ്ഥിരത 5 വർഷത്തേക്ക് സർക്കാർ ഉറപ്പ് നൽകിയത്. എന്നാൽ അതുമാത്രമല്ല, 23 വിളകൾക്ക് MSP ഉറപ്പാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില ആവശ്യങ്ങളും ഉണ്ട്. ഇതിലെല്ലാം തന്നെ ഒരു തീരുമാനമാകും വരെ കർഷകർ സമരം തുടരുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ശംഭു അതിർത്തിയിൽ കർഷക സംഘടനകൾ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഇന്ന് വൈകിട്ടോട് തന്നെ യോഗം ചേർന്ന് പിന്നീട് നിലപാട് അറിയിക്കുകയാണ് ചെയ്തത്. എന്തായാലും കേന്ദ്ര സർക്കാർ സംബന്ധിച്ചാണെങ്കിൽ ഇത് വീണ്ടും തലവേദനയാണ്. കാരണം ഒരു സമിതി രൂപീകരിക്കാമെന്ന നിർദ്ദേശത്തും കർഷകർ അത് വഴങ്ങിയിരുന്നില്ല. അതിനുശേഷമാണ് പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇന്നലെ
കർഷക സംഘടനകൾക്ക് മുമ്പാകെ വെച്ചത്. പക്ഷേ അതിലും വഴങ്ങേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സ്വീകരിച്ച തീരുമാനം. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നും നാളെയും സമാധാനപരമായി തന്നെ ശംഭുവതിർത്തിയിൽ കർഷകർ തമ്പടിക്കും. അതിനുശേഷമാകും പിന്നീട് ഡൽഹിയിലേക്ക് നീങ്ങുകയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ടായി സ്വാഭാവികമായിട്ടും കർഷക സംഘടനകൾ അതിൽ പിന്നീട് കൂടിയാലോചന നടത്തി പിന്നീട് നിലപാട് പ്രഖ്യാപിക്കും. നാളെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും തീരുമാനം പുതുതായി അറിയിക്കുമോ എന്ന് കാത്തിരിക്കും. അതിനുശേഷം ഡൽഹിയിലേക്ക് നീങ്ങാം എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചത്. എല്ലാ വിളകൾക്കും താങ്ങുവില അത് ഉറപ്പാക്കും വരെ സമരം തുടരും എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെത്തിയ ഗവർണർ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിലെത്തി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനമുയരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ ഈ സന്ദർശനം. മാനന്തവാടി ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തി. സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷ്, പാക്കത്തെ പോൾ, കടവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിലെ പ്രജീഷ് എന്നിവരുടെ വീടുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. കാട്ടാനാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാരേരി കോളനിയിലെ ശരത്തിനെയും ഗവർണർ കണ്ടു. വന്യജീവി ആക്രമണങ്ങളുടെ ഗൗരവം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബോധ്യപ്പെടുത്തുകയാണ് ഗവർണർ. മാനന്തവാടി ബിഷപ്പ് ഹൗസിലെത്തിയ ഗവർണർ വൈദികരുമായി കൂടിക്കാഴ്ച നടത്തി. രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം അദ്ദേഹത്തെ സ്വീകരിച്ചു. പുൽപ്പള്ളിയിലെ സംഭവ വികാസങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം, ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാധികാരികളാരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനൊരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സമരത്തിനോ പ്രക്ഷോഭത്തിനോ ഒന്നും. നാളെ 3 മന്ത്രിമാർ അടങ്ങും സംഘം വയനാട്ടിലെത്തും. കലക്ട്രേറ്റിന് മുന്നിൽ നാളെ രാവിലെ നടക്കുന്ന UDFന്റെ രാപ്പകൽ സമരം കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും. 24 വയനാട്. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാൻ പോലീസ്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. കേസെടുക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്ന് മന്ത്രി AK ശശീന്ദ്രനും കേസുകൾ പിൻവലിക്കണമെന്ന് കെ മുരളീധരൻ MPയും ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ലോഹയിട്ട ചിലരാണെന്ന BJP ജില്ലാ പ്രസിഡന്റ് KP മധുവിന്റെ പരാമർശം വിവാദത്തിന് കാരണമായി. ഹർത്താലിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 100ഓളം പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. 2 അറസ്റ്റുകളുണ്ടായി. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പോൾ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. എന്നാൽ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ കേസിൽ പ്രതികളാക്കുന്നത് ഇതാദ്യത്തെ ഒരു സംഭവമാണ്. പുൽപ്പള്ളിയിലെ അക്രമത്തിന് പിന്നിൽ ലോഹയിട്ട ചിലരാണ് എന്നായിരുന്നു BJP ജില്ലാ പ്രസിഡന്റ് KP മധുവിന്റെ പ്രതികരണം. ഇവരുടെ ആഹ്വാനത്തിന് ശേഷമാണ് പുൽപ്പള്ളിയിൽ സംഘർഷമുണ്ടായത്. ഇവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും KP മധു കുറ്റപ്പെടുത്തി. സർവകക്ഷി യോഗത്തിന് തീരുമാനം പറയുന്ന അവസരത്തിൽ ആ തീരുമാനം പറഞ്ഞ സമയത്ത് ചില ലോഹയിട്ട ആളുകളാണ് വിടരുത്, പിടിക്കണവിടെ, തല്ലട എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശം മുഴക്കിക്കൊണ്ട് പിന്നെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ പ്രകോപിതരായത്. അതിനുശേഷമാണ് അവിടെ സംഘർഷമാണ്, കുപ്പി വെച്ചെറിയുന്നു, കല്ല് വെച്ചെറിയുന്നു, ഈ സ്ഥിതിവിശേഷത്തിലേക്ക് പോയത്. അവരെ ആരുടെയും പേരിൽ കേസെടുക്കാതെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ പേരിലൊന്നും കേസില്ല. പുൽപ്പള്ളിയിലെ സംഭവങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിനുശേഷമാകും കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുക. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.